ഹായ്, എവർക്കും മഞ്ഞപ്പാറ ഓൺലൈനിലേക്ക് സ്വാഗതം. ഇന്ന് ഇട്ടിവ ഗ്രാമപഞ്ചായത്തിലെ ത്രാങ്ങോട് വാർഡിന്റെ വിശേഷങ്ങളുമായി UDF സ്ഥാനാർത്ഥി C. ഉദയകുമാർ നമ്മളോടൊപ്പം ചേരുന്നു. 2015 തദ്ദേശ തെരഞ്ഞെടുപ്പിലെ UDFന്റെ വിജയം ആവർത്തിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് ഇവിടുത്തെ പ്രവർത്തകർ. ഈ ത്രാങ്ങോട് വാർഡിനെ കുറിച്ച് പറയുമ്പോൾ 3 മുന്നണികളും വളരെ ശക്തമാണ്. അപ്പോൾ ഈ ഒരു മത്സരത്തെ എങ്ങനെ വിലയിരുത്തുന്നു? ഇവിടുത്തെ മത്സരം വളരെ ആരോഗ്യപരമായ ഒരു മത്സരമാണ് ഇവിടെ നടക്കുന്നത്. പരസ്പരം അറിയാവുന്ന 3 സ്ഥാനാർത്ഥികൾ മുന്നണിയുടെ ഭാഗമായി ഇന്ന് മത്സരിക്കുന്നു. പിന്നെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി വേറെ ഉള്ളതായി പറയുന്നു. പക്ഷേ മുന്നണികൾ തമ്മിലാണ് മത്സരം. ആ മുന്നണികൾ തമ്മിലുള്ള മത്സരത്തിൽ UDF ബഹുദൂരം മുന്നിൽ വന്ന് നല്ല രീതിയിൽ വിജയിക്കും എന്നാണ് ഞങ്ങളുടെ കണക്ക് കൂട്ടൽ ഇതുവരെ. ഇപ്പോൾ ഈ ഇട്ടിവ ഗ്രാമപഞ്ചായത്തിനെ കുറിച്ച് പറയുമ്പോൾ LDF രൂപീകൃതമായപ്പോൾ തൊട്ട് LDF ഭരിക്കുന്ന ഒരു വാർഡാണ് ഇട്ടിവ ഗ്രാമപഞ്ചായത്ത്. അപ്പോൾ ഇക്കുറി അതിനൊരു മാറ്റം വരുമെന്നൊരു പ്രതീക്ഷ. തീർച്ചയായും ഇട്ടിവ പഞ്ചായത്തിന്റെ ഒരു മാറ്റത്തിനുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അത് തീർച്ചയായും സംഭവിച്ചിരിക്കും. ഇത്തവണ UDF അധികാരത്തിൽ വന്നിരിക്കും. ഈ പ്രചരണത്തിലൊക്കെ പങ്കെടുക്കുമ്പോൾ ജനങ്ങളുടെ റിപ്ലൈ എങ്ങനെയാണ്? ജനങ്ങൾ നിലവിലുള്ള മെമ്പർക്കെതിരെ, അല്ല മെമ്പർ എന്നല്ല, ഈ വാർഡിലെ ഭരണസമിതിക്കെതിരെ ഒരു മാറ്റം ആഗ്രഹിക്കുന്നു. ഈ വാർഡിലൊരു മാറ്റം ആഗ്രഹിക്കുന്നു. അപ്പോൾ എല്ലായിടത്തും പ്രകടമാണ്. നമുക്ക് ശുഭപ്രതീക്ഷയാണ്. അപ്പോൾ ഈ ഓരോ വീടുകളിൽ കയറി പ്രചരണം നടത്തുമ്പോൾ ഈ ഒരു മാറ്റം വേണമെന്നുള്ള ജനങ്ങളുടെ ആവശ്യം പ്രകടമാണ്. ആളുകളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 5 വർഷമായി ഈ വാർഡിനെ വികസനപരമായി പിന്നോട്ടടിച്ചു എന്ന ഒരു അഭിപ്രായം ശക്തമായിട്ടുണ്ട്. അതിലുള്ള പ്രതിഷേധം വോട്ടിലൂടെ അവർ രേഖപ്പെടുത്തും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അപ്പോൾ താങ്കൾ വിജയിക്കുകയാണെങ്കിൽ എന്തൊക്കെ വികസനങ്ങളായിരിക്കും? ഈ വാർഡിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ ഊന്നൽ നൽകിക്കൊണ്ട് കൂട്ടായി ജനങ്ങളെ സഹകരിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനമായിരിക്കും ഞങ്ങൾ നടത്തുന്നത്. അല്ലാതെ ജനങ്ങളെ ഭിന്നിപ്പിച്ച് വിഭാഗീയതയോ മറ്റ് സ്വജനപക്ഷത്തിൻ്റെ ഭാഗത്ത് നിൽക്കാതെ എല്ലാ ആളുകളെയും ഒത്തൊരുമിപ്പിച്ച് കൂട്ടായി ഒരു പ്രവർത്തനം നടത്താനാണ് UDF ആഗ്രഹിക്കുന്നത്. ഐക്യ ജനാധിപത്യ മുന്നണി ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ വാർഡിൽ പല റോഡുകളും അങ്ങനെ പ്രശ്നമായി കിടക്കുകയാണ്. ഈ വാർഡിലെ ഒരു പ്രധാനപ്പെട്ട റോഡാണ് നമ്മുടെ പെരുങ്ങള്ളൂർ പാതിരിമൂല റോഡ്. അതുപോലെ തന്നെ മൂലപ്പട വട്ടപ്പറമ്പ്, അതുപോലെ കൊളുവല് കടവ് റോഡ്, അങ്ങനെ നിരവധിയായ റോഡുകൾ വളരെ ബുദ്ധിമുട്ടി കിടക്കുകയാണ്. അതുപോലെ തന്നെ വട്ടപ്പറമ്പ് റോഡ്, കാരിക്കപ്പുറത്ത് വട്ടപ്പറമ്പ് റോഡ് ഇതുവരെ വട്ടപ്പറമ്പ് ഭാഗത്തേക്ക് അന്ന് സിബിയുടെ കാലഘട്ടത്തിൽ 5 ലക്ഷം SC ഫണ്ട് കൊണ്ടുവന്ന് ചെയ്തു, അല്ലാതെ മറ്റൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അവിടെ ഒരു വലിയ ശക്തമായ ആവശ്യമാണ് ആ റോഡിൻ്റെ കാര്യത്തിൽ. ഇത് പ്രധാനം ഗതാഗത പ്രശ്നം തന്നെയാണ്. 2015-20 കാലഘട്ടത്തിൽ അഡ്വക്കേറ്റ് VTCB നടത്തിയതല്ലാതെ മറ്റൊരു വികസന പ്രവർത്തനങ്ങൾ ഈ വാർഡിൽ നടന്നിട്ടില്ല. ശരി, ഓക്കെ, നന്നായിരിക്കും. അപ്പോൾ ഇതാണ് ത്രാങ്ങോട് വാർഡിലെ UDF സ്ഥാനാർത്ഥി C. ഉദയകുമാറിന്റെ തിരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ. ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന ഇവിടെ അന്തിമ വിജയം ആർക്കൊപ്പമായിരിക്കുമെന്ന് നമുക്ക് കാത്തിരുന്നു കാണാം.